പാകിസ്ഥാന് ചൈന കൂടുതൽ നാലാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ കൈമാറാനൊരുങ്ങുന്നുവെന്ന പെന്റഗൺ റിപ്പോർട്ട്. 16 J-10C ഫൈറ്റർ ജെറ്റുകളാണ് കൈമാറുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായാണ് കൈമാറ്റം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 20 ജെറ്റുകൾ ചൈന പാകിസ്ഥാന് നൽകിയിരുന്നു. ഏഷ്യയിലും ആഫ്രിക്കയിലും എമ്പാടും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. വിമാനങ്ങൾ നൽകുന്നതിന് പുറമെ ചൈന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും പദ്ധതിയിടുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ അങ്കോള, ബർമ, ക്യൂബ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, താജിക്കിസ്ഥാൻ, നമീബിയ, കെനിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലും സൈനിക താവളങ്ങൾ ഒരുക്കാൻ പദ്ധതിയുണ്ട്. മലാക്ക കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്ക്, ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സമുദ്രപാതകളിലും ചൈനയ്ക്ക് കണ്ണുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. 2021 ചൈനയിൽ നിന്ന് 25 J-10C ജെറ്റുകൾ വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യക്കെതിരെ J-10C ജെറ്റുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. മാരക ആക്രമണശേഷിയുള്ള കൈഹോങ്, വിങ് ലൂങ് UAV, 4 ഫ്രിഗേറ്റുകൾ എന്നിവ കൂടി ചൈന പാകിസ്ഥാന് നൽകിയെന്നും പെന്റഗൺ റിപ്പോർട്ടിലുണ്ട്. 8 യുവാൻ അന്തർവാഹിനികളാണ് പാകിസ്ഥാൻ ചൈന നൽകുക. അതിൽ ആദ്യത്തേത് അടുത്ത വർഷം പാകിസ്ഥാന് നൽകും. 8 അന്തർവാഹിനികളിൽ 4 ചൈനയിലും 4 പാകിസ്ഥാനിലുമാണ് നിർമ്മിക്കുക. അന്തർവാഹിനികളിൽ നിന്ന് പറന്നുയരാനും അവയിൽ തന്നെ പറന്നിറങ്ങാനും കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളും ചൈന വികസിപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഫെയ് എന്നാണ് ഈ ഡ്രോണിന്റെ പേര്. ഇതിനു പുറമെ ബഹിരാകാശ മേഖലയിൽ US-ന് കടത്തിവെട്ടാൻ ചൈന പദ്ധതിയിടുന്നുവെന്നും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുകയാണെന്നും പെന്റഗൺ റിപ്പോർട്ടിലുണ്ട്. 2021 ചൈനയിൽ നിന്ന് J-10C ജെറ്റുകൾ വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. 8 അന്തർവാഹിനികളിൽ 4 ചൈനയിലും 4 പാകിസ്ഥാനിലുമാണ് നിർമ്മിക്കുക. അന്തർവാഹിനികളിൽ നിന്ന് പറന്നുയരാനും അവയിൽ നിന്ന് തന്നെ പറന്നിറങ്ങാനും കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളും വികസിപ്പിച്ചുവെന്ന റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇറാനും ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. ഇസ്രയേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് J-10C യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ഇറാനും നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത വ്യോമാഘാതമാണ് ഇറാന് നേരിടേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനായി ഇറാൻ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. റഷ്യയുടെ Su-35 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ആദ്യം ഇറാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു. കൂടാതെ റഷ്യൻ വിമാനത്തെക്കാൾ താങ്ങാനാവുന്നതും വില കുറഞ്ഞതുമായ ഒരു ബദലായി ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നുവെന്നും ദി മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനിയൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ചൈന സന്ദർശിച്ച സമയത്ത് ചർച്ചകൾ നടന്നതായും വിവരങ്ങൾ പുറത്തു വന്നു. നേരത്തെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ റഷ്യയുമായി കരാറുണ്ടാക്കിയെങ്കിലും അത് പിന്നീട് പാളിപ്പോയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. 2023 കരാർ പ്രകാരം 50 A-35 വിമാനങ്ങളായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വിമാനങ്ങൾ മാത്രമേ റഷ്യക്ക് ഇറാന് കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതേ തുടർന്ന് കരാർ റദ്ദാക്കിയതായാണ് വിവരം. ചൈനീസ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇതാദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. 2 പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. 2015 150 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാർ മുന്നോട്ട് പോയിരുന്നില്ല. വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചതായിരുന്നു ഇതിന് പിന്നിലെ കാരണം. സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇത് ചൈന അംഗീകരിച്ചിരുന്നില്ല. ഇറാനുമേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധവും ഈ ഇടപാടിന് തടസ്സമാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.